الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن هذا كان لكم جزاء وكان سعيكم مشكورا. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിൽ വിശാലമായ സ്വർഗത്തിലെ സുഖങ്ങളെ മുഴുവനും വിശദീകരിച്ചിട്ട് ആ സ്വർഗത്തിൽ മനുഷ്യർക്ക് കിട്ടുന്ന എല്ലാ അനുഭൂതികളെയും പറഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയിൽ നമ്മൾ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയ സൂറത്തുൽ ഇൻസാന്റെ 22-ാമത്തെ ആയത്തിലെത്തുമ്പോൾ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയും. ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുക്കും മഷ്കൂറ. എല്ലാ അനുഭൂതികളും അനുഭവിക്കുന്ന സുഖാസ്വാദനങ്ങൾ മുഴുവനും ആസ്വദിക്കുന്ന ആ ആസ്വാദനത്തെ മുൻനിർത്തിയിട്ട്, സ്വർഗത്തെ മുൻനിർത്തിയിട്ട് അല്ലാഹു പറയാണ്, അവരോട് പറയപ്പെടും, സ്വർഗവാസികളോട്, തീർച്ചയായും കാന ലക്കും ജസാഅൻ, അത് നിങ്ങൾക്കുള്ള പ്രതിഫലമാകും, തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ള പ്രതിഫലമാകും. വകാന സഅയുക്കും മഷ്കൂറ, നിങ്ങളുടെ പരിശ്രമം, ദുനിയാവിലെ നിങ്ങളുടെ അധ്വാനം, മരണം വരെ നിങ്ങൾ ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ മുഴുവനും നന്ദിപൂർവം ഇതാ സ്വീകരിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന്. അല്ലാഹു അക്ബർ കബീറ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മനോഹരമായ ചില വരികളുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുക്കും മഷ്കൂറ എന്ന് പറഞ്ഞാൽ മാ ഉസിഫ മിൻ നഈമിൽ ജന്നതി കാന ലഹും ജസാഅൻ ബിഅഅമാലിക്കും. നിങ്ങൾക്ക് വർണ്ണിക്കപ്പെട്ടിട്ടുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ അത് മുഴുവനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായി തീരുന്നതാണ്. എന്തൊക്കെ അല്ലാഹു നിങ്ങളോട് ഉണ്ടെന്ന് പറഞ്ഞു അത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കണക്കുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഒരു നന്മ പോലും അവന്റെ അടുക്കൽ നഷ്ടമാവുകയില്ല. നമ്മൾ ബേജാറാകണ്ട, ഒരു നന്മ പോലും അല്ലാഹുവിന്റെ അടുക്കൽ നഷ്ടാകൂല. മാത്രമല്ല, വിശ്വാസത്തോടും സത്യസന്ധതയോടും കൂടെ ചെയ്യുന്ന ഓരോ സൽപ്രവർത്തനത്തെയും അല്ലാഹു തആല സ്വീകരിക്കുകയും അതിന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ബഗവിയിൽ തുടർന്ന് കൊടുക്കുന്ന വിഷയം അതാ റളിയല്ലാഹു തആല എടുത്തിട്ട് ശകർതുകും അലൈഹി ഫഉസീബുകും അഫ്ളല തവാബ്. ഇമാം ബഗവി പറയാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മേൽ നന്ദി ചെയ്തിരിക്കുന്നു. ദുനിയാവിൽ നിങ്ങൾ ചെയ്ത നിസ്കാരമാണ്, അതിന് ഞാനിതാ നിങ്ങൾക്ക് നന്ദി കാണിക്കുന്നു. നോമ്പാണ്, ഞാൻ നന്ദി കാണിക്കുന്നു. ഹജ്ജാണ്, ഞാൻ നന്ദി കാണിക്കുന്നു. എന്തൊക്കെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിന്റെ മേലൊക്കെ ഞാൻ നിങ്ങൾക്ക് നന്ദി കാണിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങൾക്ക് മികച്ച പ്രതിഫലം നൽകും, ഏറ്റവും മികച്ച പ്രതിഫലമെന്ന്. അല്ലമ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് കൊടുക്കുന്ന വിവരണം മറ്റ് 2 ആയത്തുകളാണ്. യുഫസ്സിറു ബഅദുഹു ബഅദാ കഖൗലിഹി. അല്ലാഹുവിന്റെ ഒരു വാക്ക് പോലെ. എന്താണ് അല്ലാഹുവിന്റെ വാക്ക്? കുലൂ വശ്റബൂ ഹനീഅ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ
കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, അഥവാ അൽ മാദിയ, കഴിഞ്ഞുപോയ ദിവസങ്ങൾ. ഏതാണ്? വഹിയ അയ്യാമുദ് ദുനിയ, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ, ഈ രാജ്യത്ത് ജീവിച്ച ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ അഅ്മാലു സ്വാലിഹാത്ത്, അതിന്റെ ഫലമായി നിങ്ങൾ ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്നവരോട് പറയപ്പെടും. അതാണ് റബ്ബ് മഷ്കൂറൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ശുക്ർ കാണിക്കുക എന്ന് പറഞ്ഞതാണ്. അള്ളാഹു അവന്റെ അടിമകളോട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ മുഴുവനും അള്ളാഹു താല സ്വീകരിക്കുകയും അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന. എത്രത്തോളം അറിയോ? റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ മറ്റൊരു വാക്യം ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തെളിവായി കൊടുക്കാണ്. വനൂദു അൻ തിൽകുമുൽ ജന്നതു ഊരിത്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ. സൂറത്ത് അറാഫിന്റെ 43-ാമത്തെ ആയത്ത്. അവരോട്, സ്വർഗ്ഗത്തിൽ വസിക്കുന്നവരോട് വിളിച്ചു പറയപ്പെടുകയും ചെയ്യും, അതാ സ്വർഗം, അതാ സ്വർഗം, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങൾ അതിന്റെ അവകാശികളാക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ ലൈലത്തുൽ ഖദറിൽ കിടന്നു വെച്ചാൽ, എന്തുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണമെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് പ്രിയമുള്ളവരെ ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് പ്രിയമുള്ളവരെ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതാ സ്വർഗം നിങ്ങളുടെ മുന്നിൽ, ഇതാ സ്വർഗം, 8 കവാടങ്ങളാൽ തുറക്കപ്പെട്ട സ്വർഗം. അതിനിഷ്ടമുള്ളതിലൂടെ നിങ്ങൾക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാം, അതിനകത്ത് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് ജീവിക്കാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല നന്ദി കാണിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു തആല ഈ ആയത്തിൽ, മറ്റായത്തുകളിലൊക്കെ അവനെ പരിചയപ്പെടുത്തുന്ന എങ്ങനെ അറിയോ? അള്ളാന്റെ നാമങ്ങളിൽപ്പെട്ട 2 നാമങ്ങളിലൂടെയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട 2 നാമങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ശാക്കിറും മറ്റൊന്ന് ശക്കൂറുമാണ്. അള്ളാഹു ശാക്കിറാണ്, അള്ളാഹു ശക്കൂറാണ്. കാരണം അള്ളാഹു ശാക്കിറാണെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ കാണാം, വകാന അല്ലാഹു ശാകിറൻ അലീമ, അള്ളാഹു നന്ദി കാണിക്കുന്നവനും സർവജ്ഞനുമാകുന്നു. 4-ാമത്തെയും സൂറത്തു നിസാഇന്റെ 147. അള്ളാഹു ശക്കൂറാണെന്ന് പറഞ്ഞാൽ ഇന്നഹു ഗഫൂറുൻ ശക്കൂർ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാകുന്നു. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാം അള്ളാഹു ശാക്കിറാണ്, അള്ളാഹു ശക്കൂറാണ് എന്നത്. അതിന്റെ ഏറ്റവും രസകരമായ ഒരു ഉപമ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അന്ന റജുലൻ റഅ കൽബൻ യഅകുലു الثرى من العطش, ഒരു നായ ദാഹം മൂലം മണ്ണ് തിന്നുന്നത് ഒരാൾ കണ്ടു. فأخذ الرجل خفة فجعل يغرف له به حتى أرواه. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അയാൾ തന്റെ ഖുഫ, അതായത് ഇന്നത്തെ ഷൂസിന് പകരം പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന രീതിയാണ്, അതൊരു കവറാണ്, തോലിന്റെ കവറാണ്. ആ ഖുഫയിൽ എന്ത് ചെയ്തു അറിയോ? അയാൾ അതിന് വെള്ളം നിറച്ചിട്ട് ഈ നായയുടെ ദാഹം തീരുന്നത് വരെ വെള്ളം കൊടുത്തു. എന്തിനു വെള്ളം കൊടുത്തു? നമ്മൾ കണ്ടാൽ എറിഞ്ഞോടിക്കണ നായെ കുറിച്ച് പറഞ്ഞു വെള്ളം കൊടുത്തു. അള്ളാന്റെ റസൂല് പറയാണ്, അള്ളാഹു അയാളോട് നന്ദി കാണിച്ചു. അള്ളാഹു അയാളോട് നന്ദി കാണിച്ചു. എന്തിനാ അയാൾ നന്ദി കാണിക്കണം? എന്തിനാണ് അയാൾ നന്ദി കാണിച്ചത്? അയാൾ ദാഹിച്ച് വലഞ്ഞ ഒരു നായക്ക് തന്റെ ഷൂസിൽ വെള്ളം കോരി കൊടുത്തതിനാൽ അള്ളാഹു അയാളോട് നന്ദി കാണിച്ചു. ഏതാ നന്ദി എന്നറിയോ? ഫഅദ്ഖലഹുൽ ജന്ന. സഹീഹുൽ ബുഖാരി. അള്ളാഹു തആല അയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. പ്രിയമുള്ളവരെ, ഒരു സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു ഇങ്ങോട്ട് കാണിക്കുന്ന നന്ദി എന്താണ്? നന്ദി എന്താണ്? റബ്ബിന്റെ കൃതജ്ഞത എന്താണ്? അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു എന്നതാണ്. അതാണ് മഹാനായ മുജാഹിദ് ഇബ്നു ജബർ, അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ഇബ്നു അബ്ബാസിന്റെ പ്രമുഖ ശിഷ്യനാണ് റളിയല്ലാഹു തആല. അവിടുന്ന് പറഞ്ഞത്, അശ്ശുക്റു മിനല്ലാഹ്, അള്ളാഹുവിന് ശുക്ർ കാണിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശുക്ർ എന്ന് പറഞ്ഞാൽ, അള്ളാഹു നന്ദി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അൽ ഖബൂലു വൽ ജസാ, മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കുന്നു എന്നതാണ്. 2, അൽ ജസാ, നമ്മൾ ചെയ്തുപോയ ചെറുതും വലുതുമായ ഏതൊക്കെ നന്മണ്ടോ അതൊക്കെ അല്ലാഹു സ്വീകരിക്കുന്നു എന്നതാണ്. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ സഫിൽ വന്നിട്ട് സ്ഥാനം പിടിച്ച ഒരാൾക്ക് കിട്ടുന്ന ശുക്റല്ല അവസാനത്തെ സഫിലിരിക്കുന്ന ആൾക്ക് കിട്ടുക. ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ആദ്യം കയറി വന്ന ഒരാളോട്
അള്ളാഹു കാണിക്കുന്ന നന്ദിയല്ല. ഖുത്ബ തുടങ്ങി കുറെ കഴിഞ്ഞ് സാധാരണഗതിയിൽ വരുന്നത് പോലെ ഒരാളോട് കാണിക്കുന്നത് വ്യത്യാസമുണ്ട് പ്രിയമുള്ളവരെ. പക്ഷെ എന്നാൽ പോലും അള്ളാഹു എന്ത് ചെയ്യൂലെന്നറിയോ? ശുക്ർ കാണിക്കാതിരിക്കൂല. അള്ളാന്റെ അടിമകളോട് ശുക്ർ കാണിക്കുന്ന അള്ളാഹു ഷാക്കിറും ഷക്കൂറുമാകുന്നത് എങ്ങനെയാണ്? അഥവാ അവന്റെ അടിമകളോട് അള്ളാഹു നന്ദി കാണിക്കുന്നത് എങ്ങനെയാണ്? മഹാനായ ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അള്ളാഹുവിന്റെ ഈ രണ്ട് നാമങ്ങളെ വിശദീകരിക്കുന്നിടത്ത് അവിടുത്തെ ഒരു ഗ്രന്ഥത്തിൽ വിശദമായി വിശദീകരിക്കാൻ ഇമാം സഅദ് റഹ്മത്തുള്ളാഹി പറയാൻ ഖാല റഹിമഹുല്ലാഹ് വമിൻ അസ്മാഇഹി തആല അശ്ശാകിറു അശ്ശകൂർ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ അശ്ശാകിർ അശ്ശകൂർ എന്നിവ ഉൾപ്പെടുന്നു. വഹുവല്ലദീ യശ്കുറുൽ ഖലീല മിനൽ അമലിൽ ഖാലിസിൻ നഖിയിൻ നാഫിഅ. അത് ശുദ്ധവും ആത്മാർത്ഥവും പ്രയോജനകരവുമായ പ്രവർത്തികളിൽ നിന്ന് കുറഞ്ഞ തോതിലുള്ളതാണെങ്കിലും അള്ളാഹു നന്ദി ചെയ്യുന്നവനാണ്. അതായത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമായതാണെങ്കിൽ, ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, പ്രയോജനകരമായതാണെങ്കിൽ അതെത്ര ചെറുതായാലും ശരി, എത്ര ചെറുതായാലും ശരി, അതാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു കുഞ്ഞനുറുമ്പിന്റെ അത്രയുള്ളതാണെങ്കിലും ശരി അള്ളാഹു അതിന് നന്ദി കാണിക്കുമെന്നാണ്. എന്താ ദലീൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാഇന്റെ 40-ാമത്തെ ആയത്ത്. എന്താ അല്ലാഹുവിന്റെ വാക്ക് അറിയോ? ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ വഇൻ തകു ഹസനതൻ യുദാഇഫ് وَإِن تَكُ حَسَنَةً يُضَاعِفْهَا وَيُؤْتِ مِن لَّدُنْهُ أَجْرًا عَظِيمًا. തീർച്ചയായിട്ടും അള്ളാഹു ഒരു ദർറത്തോളം അഥവാ ഒരു കുഞ്ഞനുറുമ്പിന്റെ അത്ര പോലും അനീതി കാണിക്കില്ല. വല്ല നന്മയുമാണുള്ളതെങ്കിൽ അത് അള്ളാഹു ഇരട്ടിച്ചു കൊടുക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ പഠിപ്പിക്കുന്നിടത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, മിൻ ശുക്രില്ലാഹ് അൻ യുഅതി അലൽ ഖലീലി മിനൽ അമലിൽ കസീറ മിനൽ അജ്ർ. അള്ളാഹുവിന്റെ നന്ദിയുടെ ഭാഗമാണ്, അള്ളാഹു അവന്റെ അടിമകളോട് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമാണ് ചെറിയ പ്രവർത്തിക്ക് പോലും വലിയ പ്രതിഫലം നൽകുക എന്നത്. നമ്മൾ കുറച്ച് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് വിശാലമാണ്. നമ്മൾ എത്ര കുറച്ച് ചെയ്താലും അള്ളാന്റെ അടുക്കൽ അത് വിശാലാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കത്തറിയും, അദ്ദേഹം പറയാണ് ലാ തസ്തസ്ഗിറു അത്വാഅ ഫഇന്നല്ലാഹ യശ്കുറുൽ ഖലീൽ. അനുസരണത്തെ അഥവാ നല്ല പ്രവർത്തനത്തെ ചെറിയതാണെന്ന് കരുതി അവഗണിക്കരുത്. അതൊരു സാധാരണ കാര്യമില്ലേ, എന്താ അതൊക്കെ ചെയ്തിട്ട് എന്ന് വിചാരിക്കരുത്. കാരണം എന്തറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെറിയ സൽപ്രവർത്തികളെ പോലും പരിഗണിച്ച് വിലമതിച്ച് അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നു. എന്താ ഉദാഹരണം? ഹദീസ് എന്ന് കാണാം, ഇമാം ബുഖാരി മുസ്ലിം ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. എന്തുകൊണ്ട്? വലൗ ബിശിഖി തംറത്തിൻ, നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈന്തപ്പഴത്തിന്റെ ഒരു ചെറിയ കഷ്ണമുണ്ടല്ലോ, നമ്മളൊരു വിലയും കാണാത്ത, ഒന്ന് കൊടുത്താൽ പോലും ഒരു വിലയില്ലാത്ത കാലാണ്. ഒരു ചെറിയ കഷ്ടമേ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളു. നോക്കൂ, നിങ്ങൾ ഒരു ചെറിയ ഈന്തപ്പഴത്തിന്റെ കഷ്ണത്തിന് അല്ലാഹു പകരം നൽകുന്നത് ഇത്തഖുന്നാർ, നരകമോചനമാണ്. അതാണ് അള്ളാഹു നമുക്ക് കാണിക്കുന്ന നന്ദി. നമ്മൾ എത്ര ചെറുതിനും അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്ന എന്തൊരു സന്തോഷമാണ് അള്ളാഹുവിന്റെ ഈ പ്രതിഫലത്തെ കുറിച്ച് ആലോചിക്കുന്നത്. വെറുതെയാണോ ഈ റമദാനിന്റെ ഒരു സെക്കൻഡ് പോലും വെറുതെ കളയാൻ നമുക്ക് തോന്നാത്തത്? അത്ര അള്ളാഹു സ്വീകരിക്കണം നമ്മളെ. നിങ്ങൾ ആലോചിക്കുക, മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, നല്ല വാക്ക്, അത് ഉമ്മയോടായാലും ബാപ്പയോടായാലും ഭാര്യയോടായാലും ഭർത്താവിനോടായാലും കടന്നു വന്ന യാചകരോടായാലും ആരോടായാലും ശരി, അൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, നല്ല വാക്ക് സദഖയാണ്. നല്ല വാക്ക് എന്തിപ്പം പറയേണ്ടുള്ളൂ? ഒരു മര്യാദയോടുകൂടി ഒരു വാക്ക്, ആ വാക്ക് അള്ളാഹു സ്വീകരിക്കണം. എങ്ങനെ അറിയോ? പുണ്യകർമ്മമായിട്ട്. എത്രത്തോളം അറിയോ സഹോദരങ്ങളെ, ഈ റമദാൻ വന്നാൽ പോലും മുഖത്തോക്കിട്ട് ചിരിക്കാത്ത പുഞ്ചിരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കറിയോ? തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരനോട് നീ ഒന്ന് പുഞ്ചിരിച്ചാൽ, മുഖപ്രസന്നത കാണിച്ചാൽ, അതുപോലും നിനക്ക് സദഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നിസ്സാരമെന്ന് തോന്നുന്ന അമലും
അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നു. അതാണ് അവൻ നമ്മോട് കാണിക്കുന്ന നന്ദി. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമുക്കുണ്ടാകേണ്ടുന്ന ശുഭപ്രതീക്ഷ എന്താണ് പ്രിയമുള്ളവരെ? ഈ റമദാനിന്റെ ഈ ഒരു പ്രധാനപ്പെട്ട വെള്ളിയാഴ്ചയിൽ, ഒരു രാവിനെ തുടർന്ന് കടന്നു വന്ന വെള്ളിയാഴ്ചയിൽ, ഈ ജുമയിൽ വന്നിരിക്കുമ്പോ നമ്മുടെ മനസ്സിലുള്ളത് എന്താണ്? ഈ ശുഭപ്രതീക്ഷയാണ്. എത്ര ചെറുതും എന്റെ റബ്ബ് സ്വീകരിക്കും, ഇത്ര ചെറുതിന്റെ റബ്ബ് സ്വീകരിക്കും, പരിഗണിക്കുമെന്നൊരു പ്രതീക്ഷ. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ പ്രതീക്ഷ എന്തറിയോ? രണ്ടാമത്തെ വിഷയം എന്തറിയോ? മഹാനായ ഇമാം സഅദി പറയാണ്, അള്ളാഹു മനുഷ്യരോട് കാണിക്കുന്ന നന്ദിയിൽപ്പെട്ടതാണ് വയഅഫു അനിൽ കസീരി മിനസ് സലൽ. ഓരോ ദിവസം മുന്നോട്ട് പോയപ്പോഴും, പാതിരാത്രിയിൽ അള്ളാഹിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നപ്പോഴും, പകല് ജുമാക്ക് വന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തപ്പോഴും, സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ പ്രാർത്ഥന എന്താ? നമ്മുടെ പ്രതീക്ഷ എന്താ? നമ്മുടെ വീഴ്ചകൾ, നിരവധി തെറ്റുകൾ അവൻ മാപ്പാക്കുന്നവനാണ് എന്നതാണ്. അള്ളാഹു നമ്മോട് കാണിക്കുന്ന രണ്ടാമത്തെ നന്ദിയുടെ രൂപം നമ്മളിൽ വന്ന ഏത് തിന്മകളും അള്ളാഹു തആല മാപ്പാക്കി തരുമെന്നതാണ്. റബ്ബ് പറഞ്ഞ വാക്കെന്തറിയോ? വമാ അസാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും വയഅഫൂ അൻ കസീർ. നിങ്ങൾക്ക് ഏതൊരു ആപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ്. വയഅഫൂ അൻ കസീർ. മിക്കതും എല്ലാതും നിങ്ങൾ പ്രവർത്തിക്കുന്ന തിന്മകളൊക്കെ അല്ലാഹു തആല മാപ്പാക്കുകയും ചെയ്യുന്നു. 42-ാമത്തെയും സൂറത്ത് ശൂറ 30-ാമത്തെ ആയത്ത്. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം പാപം ചെയ്താലും അവൻ നശിച്ചു പോകൂല. അല്ലാഹു അക്ബർ. നമ്മിൽ തിന്മകൾ വന്നാലും ഒരിക്കലും നശിച്ചു പോകൂല. എപ്പോഴല്ലാതെ? കാരണം അല്ലാഹു പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പല വഴികളും തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അല്ലാഹുവിന്റെ അടിമയെ വഴികേടിലേക്ക് വിടൂല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വലിയ വാള്യങ്ങളുള്ള ഗ്രന്ഥശേഖരമായ മജ്മൂഅ ഫതാവയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തറിയോ? പാപമോചനത്തിന്റെ 10 കാര്യങ്ങൾ. ഇതിൽ 3 നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ബാക്കി 3 മറ്റുള്ളവരിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെയുള്ള 4 അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ലഭിക്കുന്നതാണ്. ഒന്ന് തൗബയാണ്, മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്, മറ്റൊന്ന് സൽക്കർമ്മമാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം, നമ്മൾ പാപം പൊറുക്കാൻ. പിന്നെയുള്ള 3 കാര്യങ്ങൾ എന്താണ്? വിശ്വാസികൾ മറ്റു വിശ്വാസികൾക്ക് വേണ്ടി നടത്തുന്ന ദുആ, മയ്യത്ത് നിസ്കാരം പോലെയുള്ളവ. ഇതെന്താണ്? മറ്റുള്ളവർ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ, മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി തൗബ, മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി സദഖ, മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി ഉംറയും ഹജ്ജും തുടങ്ങി നമ്മളാൽ മറ്റുള്ളവർക്ക് കിട്ടുന്നത്, അതുവഴിയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. 3-ാമത്തെ രീതി ശഫാഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ ആദ്യത്തെ 3 നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടത്, 2-ാമത്തെ 3 മറ്റുള്ളവർ നമുക്ക് കിട്ടുന്ന. ഇനിയുള്ള 4 കാര്യങ്ങളോ? ദുനിയാവിലെ പരീക്ഷണങ്ങൾ. അൽ മസാഇബു ഫിദ് ദുനിയ. എന്തൊക്കെ പരീക്ഷണങ്ങൾ ദുനിയാവിലുണ്ടോ ആ പരീക്ഷണങ്ങളിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ ഖബറിലെ ശിക്ഷ, പാപങ്ങൾ പൊറുക്കപ്പെടും. ഈ ഖിയാമത്ത് നാളിലെ അഹ്വാലുകൾ, ബുദ്ധിമുട്ടുകൾ, വിഷമതകൾ, അതിലൂടെ ഒരു വിശ്വാസിക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ ഒരു കാരണവുമില്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിനാൽ അവനിഷ്ടമുള്ളവർക്കൊക്കെ അവൻ പാപങ്ങൾ പുറത്തുകൊടുക്കും. പ്രിയമുള്ളവരെ, ഒരിക്കലും അല്ലാഹു തആല നമ്മളെ വെറുതെ വിടൂല. ഒരിക്കലും അല്ലാഹു തആല നമ്മളെ നിരാശരാക്കി വിടൂല. അല്ലാഹു വഴിയറിയാത്തവരായി വിടൂല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന അവന്റെ നന്ദിയുടെ 2-ാമത്തെ രൂപം നമ്മുടെ പാപങ്ങൾ മുഴുവനും അവൻ മാപ്പാക്കുന്നു എന്നത്. ഷെയ്ഖ് ഇമാം സഅദി റഹിമഹുല്ലാഹ് 3-ാമതായി പറയാണ്, വല യുദീഉ അജ്റ മൻ അഹ്സന അമല. നല്ല പ്രവർത്തനം നടത്തിയവന്റെ പ്രതിഫലത്തെ അല്ലാഹു പാഴാക്കില്ല. ഇത് വലിയൊരു പ്രതീക്ഷ കൂടിയാണ്. എന്തറിയോ? സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് റബ്ബ് ഓഫർ പറയാം. ഒരു റമദാനിലെ കർമ്മങ്ങൾ മുഴുവൻ അല്ലാഹു ഏറ്റെടുക്കാൻ അല്ല, മനുഷ്യന്റെ 24 മണിക്കൂർ, മനുഷ്യരുടെ ജീവിതത്തിന്റെ ആയുസ് തീരുന്നത് വരെ അവർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു തആല ഏറ്റെടുക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ 2 കാണാൻ പറ്റും. ഒന്ന് 3-ാം അധ്യായം സൂറത്ത് ആല ഇംറാൻ 171-ാമത്തെ ആയത്ത്. 2-ാമത്തേത് 18-ാമത്തെ അധ്യായം നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫിലെ 30-ാമത്തെ ആയത്ത്. എന്താ 30-ാമത്തെ ആയത്ത്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. തീർച്ചയായും
വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അത്തരം സൽപ്രവർത്തനങ്ങൾ നടത്തുന്ന യാതൊരാളുടെയും പ്രതിഫലം അല്ലാഹു പറയാ നാം തീർച്ചയായിട്ടും പാഴാക്കുന്നതല്ല. ഇത് തന്നെയാണ് 3-ാം അധ്യായം സൂറത്തു നിസാഇന്റെ ആലി ഇംറാന്റെ 171-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഒരിക്കലും ഇവിടെ പ്രവർത്തനങ്ങൾ പാഴാക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കെന്നറിയോ? എന്താണ് അല്ലാഹു പാഴാക്കില്ല എന്ന് പറഞ്ഞറിയോ? മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഒന്ന് സ്വീകരിച്ചിട്ട് അവർക്ക് അല്ലാഹു അഫ്വു ചെയ്തു കൊടുക്കും, പുറത്തു കൊടുക്കും. ഒന്ന് അതാണ് പാഴാക്കാതെ. രണ്ടാമത്തത് അജ്റുൻ അളീം, മഹത്തായ സ്വർഗം അവർക്ക് പ്രതിഫലം നൽകുമെന്നാണ്. എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് പ്രിയമുള്ളവർ. അതാണ് ബദറിൽ പങ്കെടുത്ത മഹാനായ ഹാരിസത്ത് ബിൻ സുറാഖ. അവിടുന്ന് ബദറിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹം മരണപ്പെട്ടുപോയി, ബദറിൽ ഷഹീദായി. അവിടുത്തെ ഉമ്മ മഹദി ഉമ്മു റുബയ്യ അവര് വന്നിട്ട് നബിനോട് പറഞ്ഞു, നബിയെ, ഒരു അജ്ഞാതന്റെ അമ്പേറ്റിട്ട് മരിച്ച കുട്ടിയാണ് എന്റെ മോൻ, ബദറിൽ വധിക്കപ്പെട്ടവനാണ്, ഷഹീദാണ്. അവൻ സ്വർഗത്തിലാണെങ്കിൽ റസൂലെ ഞാൻ ക്ഷമിക്കാം. അങ്ങനെയല്ല, അവൻ സ്വർഗത്തിലല്ലെങ്കിൽ ഞാൻ അവരെ കുറിച്ച് ഓർത്തിട്ട് കരയട്ടെ റസൂലെ, നബിയോട് ചോദിക്കാം. അപ്പോ നബി അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ, യാ ഉമ്മി ഹാരിത, ഓ ഹാരിതയുടെ ഉമ്മ, ഇന്നഹാ ജിനാനുൻ ഫിൽ ജന്ന വ ഇന്ന ഇബ്നക അസാബൽ ഫിർദൗസൽ അഅ്ലാ. ഹാരിസയുടെ ഉമ്മ, തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഒരുപാട് ആരാമങ്ങളുടെ ഉദ്യാനങ്ങളുണ്ട്. നിങ്ങളുടെ മകൻ ബദറിൽ പങ്കെടുത്ത ഹാരിത അത്യുന്നതമായ ഫിർദൗസുൽ അഅലയിലാണ്. ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസിലാണ്. നോക്കൂ നിങ്ങൾ, ആ ഷഹാദത്തൊരിക്കലും പാഴായി പോയില്ല എന്ന് പച്ചയായിട്ട് നബി പഠിപ്പിച്ചു കൊടുക്കുക. പ്രിയമുള്ളവർ, നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും പാഴായി പോകൂല. ഈ നോമ്പിൽ, ഈ റമദാൻ മാസത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ സമാധാന ചിന്ത ഏതാണ്? നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു തആല ഏറ്റെടുക്കുമെന്നാണ്. എങ്ങനെ എത്രത്തോളം അറിയുന്നത്? നാലാമതായി ഇമാം സഅദി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നത്, ബൽ യുളാഇഫുഹു അദ്ആഫൻ മുളാഅഫതൻ ബിഗൈരി അദ്ദിൻ വലാ ഹിസാബ്. എങ്ങനെ അല്ലാഹു എടുക്കുന്നറിയോ? എണ്ണമോ കണക്കോ ഇല്ലാതെ, കയ്യും കണക്കില്ലാതെ എത്രത്തോളം നമ്മൾ ചെയ്യുന്ന നൽകർമ്മങ്ങളെ, നല്ല കാര്യങ്ങളെ, സൽക്കർമ്മങ്ങളെ ഇരട്ടിപ്പിക്കാൻ കഴിയുമോ അതിന്റെ ഇരട്ടിയായിട്ട് അല്ലാഹു അതിന് പ്രതിഫലം നൽകുന്നതാണ്. ഞാൻ പറഞ്ഞല്ല കൂട്ടരെ, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹു പറഞ്ഞതാണ്. എന്താ അല്ലാഹു പറഞ്ഞറിയോ? 40-ാം അധ്യായം സൂറത്ത് മുഅ്മിൻ 40-ാമത്തെ ആയത്ത് അല്ലാഹു പറയാൻ, മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിത്ലഹാ വമൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. വല്ലാത്തൊരു വാക്കിൽ അവസാനിപ്പിക്കണം, ബിഗൈരി ഹിസാബ്. ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ തത്തുല്യമായ പ്രതിഫലമേ അവർ നൽകപ്പെടും. കള്ളുടിച്ചാലും വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും എല്ലാറ്റിനും തത്തുല്യമായൊരു തിന്മ. എന്നാൽ ഒരാള് ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അടുത്ത വരും തരൂ, കണക്ക് നോക്കാതെ എന്താണ് അവർ ചെയ്തത് എന്നതിന് ഓരോന്നിനും പ്രത്യേകം കണക്ക് നോക്കാതെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അവിടെ ഉപജീവനം അവർക്ക് നൽകുന്നു. അതായത് യാതൊരു കയ്യും കണക്കുമില്ലാതെ. അങ്ങനെ പറയുമ്പോ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ, ചില കർമ്മങ്ങൾക്ക് അല്ലാഹു തആല കയ്യും കണക്കും നിശ്ചയിച്ചത് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഒരു കർമ്മത്തിന് ഇരട്ടി പ്രതിഫലം, ചിലതിന് 10 ഇരട്ടി പ്രതിഫലം, ചിലതിന് 700 ഇരട്ടി പ്രതിഫലം, ചിലത് സ്വർഗം നിർബന്ധമാക്കുന്ന പ്രതിഫലം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അല്ലാഹു ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാറ്റിന്റെയും മീതെയാണ്. മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തതിനപ്പുറം, വഹിയിലൂടെ ലഭിക്കപ്പെട്ടതിനപ്പുറം അള്ളാഹുവിന് മാത്രം അറിയാവുന്നത്. ഒരു പക്ഷേ ഈ റമദാനിലെ ഈ ഒരു വെള്ളിയാഴ്ചയിലോ അസറിലോ എപ്പോഴെങ്കിലൊക്കെ ഒഴിഞ്ഞിരുന്നിട്ട് നിങ്ങൾ അള്ളാന്റെ പള്ളിയിൽ ഒഴിഞ്ഞിരുന്നിട്ട് ചിലപ്പോ ഒരു പേജ് ഖുർആനൊക്കെ ഓതിയിട്ടുണ്ടാവും. ചിലപ്പോ അൽഹംദുലില്ലാഹ് നമ്മളെ കണ്ണിലിപ്പോ എന്താ, ഒരു പേജ് ഖുർആനാണ്. നമ്മളെ കണ്ണില് ഒരു പേജ് ഖുർആനാണ്. പക്ഷെ അല്ലാഹു ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുന്ന എങ്ങനെ ആയിരിക്കും അറിയോ? ബിഗൈരി ഹിസാബ്. കയ്യും കണക്കില്ലാതെ. അതായത് ഇമാം സഅദി പറയാണ്, യുഅതൗന അജ്റഹും ബിലാ ഹദ്ദിൻ വലാ അദ് ബൽ യുഅതിഹിമുല്ലാഹ് മാ ലാ തബ്ലഗുഹു അഅമാലുഹും.
അതായത് അവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടും. മറിച്ച് അവരുടെ കർമ്മങ്ങൾക്ക് കഴിയാത്തത് അള്ളാഹു അവർക്ക് നൽകും. അതായത് ഒരു കർമ്മത്തിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിലും അപ്പുറം അത് ചെയ്തപ്പോ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് പൊതുവെ ആളുകൾക്ക് ഉണ്ടാവും. എന്താപ്പോ നേരം വെളുത്ത് വൈകുന്നേരം വരെ ചെയ്ത് ആ പൈസകളിലൊക്കെ തന്നെ ഉള്ളൂ എന്ന് നമ്മൾ പറയും ദുനിയാവില്. ഇനി അതല്ല, നമ്മൾ ചെയ്തു പോയൊരു സൽക്കർമ്മത്തെ കുറിച്ച് തന്നെ നമുക്ക് തന്നെ തോന്നി, എന്താ ഞാൻ ചെയ്തത്, ഒരു ചെറിയ കാര്യമല്ലേ, അത്രയല്ലേ ഉള്ളൂ. എന്നാൽ അല്ലാഹു തആല അവർക്ക് നൽകുന്നത് അവരുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ചല്ല, അവന്റെ ഇഷ്ടത്തിനാണ്. അതാണ് ബിഗൈരി ഹിസാബ്. ചെയ്തത് കുറച്ചേ ഉണ്ടാകുള്ളൂ, ആളുകളുടെ കണ്ണിൽ കുറച്ചേ ഉണ്ടാകുള്ളൂ, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അത് വിശാലായിരിക്കും. അൽഹംദുലില്ലാഹ്, പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ നോക്കൂ നിങ്ങൾ. അഞ്ചാമതായി അല്ലാമത്ത് സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, വമിൻ ശുക്രിഹി അന്നഹു യജ്സി ബിൽ ഹസനതി 10 അംസാലിഹാ ഇലാ 700 ളഅഫിൻ ഇലാ അദ്ആഫിൻ കതീറ. ആദ്യം പറഞ്ഞ നാലാമത്തെ കാര്യം കയ്യും കണക്കില്ലാതെ, എന്നിട്ട് പിന്നെ അതിന് വീണ്ടും ഒരു ഓർഡർ പറയാണ്. അള്ളാഹുവിന്റെ നന്ദിയിൽപ്പെട്ടതാണ്, അള്ളാഹ് അവന്റെ അടിമകൾക്ക് കാണിക്കുന്ന നന്ദിയിൽപ്പെട്ടതാണ് ഒരു നന്മക്ക് 10 ഇരട്ടി മുതൽ പ്രതിഫലം നൽകും, 10 ഇരട്ടിയോളം, അല്ലെങ്കിൽ അവിടുന്ന് 700 ഇരട്ടി വരെ, അല്ലെങ്കിൽ അതിന്റെയും ഇരട്ടി വരെ അള്ളാഹു തആല നന്ദി കാണിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹു 10 ഇരട്ടി പ്രതിഫലം നൽകണം. ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഓതിയാൽ അലിഫ് ലാം മീം ഒരക്ഷരത്തിന് 10 കൂലി, 3 അക്ഷരത്തിന് 30 പ്രതിഫലം. നമ്മൾ സലാം പറഞ്ഞാൽ 30 പ്രതിഫലം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി 20, വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30, മടക്കിയാലും 30 പ്രതിഫലം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇന്ന് പ്രത്യേകം സ്വലാത്ത് സുന്നത്തുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ 10 പ്രതിഫലം, 10 ഇരട്ടി പ്രതിഫലം. ഇനി അവിടുന്ന് അപ്പുറത്തേക്ക് 700 ഇരട്ടിയോളം. വിശുദ്ധ നോമ്പിനെ കുറിച്ച്, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ച അങ്ങനെയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വതഖയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹു വഹാബായി അല്ലാഹു പറഞ്ഞെന്തറിയോ, മഥലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമഥലി ഹബ്ബത്തിൻ അൻബതത് 7 സനാബില في كل سنبلة 100 حبة والله يضاعف لمن يشاء. അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമണിയോടാകുന്നു. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മവും അള്ളാഹു വെറുതെ വിടൂല, വെറുതെ ആക്കൂല എന്നത് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ കാര്യം. അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതക്ക നിർവഹിക്കുന്നവരാണ്. അത് നമ്മുടെ പള്ളിക്കായാലും മദ്രസക്കായാലും ദീനിയായ കാര്യങ്ങൾക്കായാലും ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിനായാലും ഏതിനാണെങ്കിലും ശരി, ആ ആള് നൽകിയത് ഒരു ധാന്യമണി പോലെ. ആ ധാന്യമണിയിൽ നിന്ന് ഒരു 7 കതിരുകളുണ്ടായി. ഒരു ചെടി വളർന്നു, ചെടിയിൽ 7 കതിരുകളുണ്ടായി. 7 കതിരിൽ 100 ധാന്യമണികൾ. നോക്കൂ നിങ്ങൾ, ഒരു നന്മക്ക് അല്ലാഹു തആല 700 ഇരട്ടി പ്രതിഫലം നൽകും എന്ന് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറ 261. എന്നിട്ട് അല്ലാഹു പറയാണ്, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകും. വീണ്ടും ഒരു ഓഫറാണ്. അതൊരു പക്ഷേ അതിലപ്പുറം ഉണ്ടാകാം. നോമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്, അതിനപ്പുറമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിനാൽ നമ്മുടെ സ്വതഖയും നമ്മുടെ സക്കാത്തും നമ്മുടെ നഫഖത്തുകളും എത്ര മഹത്തരമാണ്. അൽഹംദുലില്ലാഹ്, എത്ര മഹത്തരമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നതെല്ലാം, ഇപ്പൊ ഈ ഒരു നോമ്പ് വരെ നമ്മൾ ചെലവഴിച്ചതൊക്കെ എത്രത്തോളം മഹത്വമുള്ളതാണ്. ഓരോ നന്മക്കും 700 ഇരട്ടിയാണ്. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഈ പള്ളിയുടെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾ ആഴത്തിൽ നിങ്ങളുടെ സംഭാവനകൾ നൽകണം എന്ന് ഹൃദ്യമായി ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, അള്ളാഹ് ആ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് ഇങ്ങോട്ട് നന്ദി കാണിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ,
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇമാം സഅദി ഈ വാക്കുകൾ ഇങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ആറാമതായി പറഞ്ഞൊരു വാക്ക് കൂടി പറഞ്ഞൊരു അവസാനിപ്പിക്കാം. ആറാമത് പറഞ്ഞൊരു വാക്കെന്നറിയോ? വഖദ് യജ്സില്ലാഹുൽ അബ്ദ അലൽ അമലി ബിഅൻവാഇൻ മിനൽ തവാബിൽ ആജിലി ഖബലൽ ആജിൽ. ഏറ്റവും ഹൃദ്യതയുള്ളൊരു വാക്കാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ, ഒരു ദാസന്റെ പ്രവൃത്തിയുടെ മേൽ വ്യത്യസ്തമായ പ്രതിഫലം നൽകുന്നതാണ്. ആ പ്രതിഫലം എങ്ങനെയാ വെച്ചാൽ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കില്ലാതെ അള്ളാഹു നൽകും. അത് എത്രയെന്നുള്ളത് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. പറഞ്ഞത് അങ്ങനെ ഉണ്ടാകും, അതിലപ്പുറത്തേക്ക് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? അദ്ദേഹം പറയാണ്, വരാൻ പോകുന്ന പ്രതിഫലത്തിന്റെ മുമ്പ് തന്നെ, അഥവാ ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു തആല ചിലപ്പോഴൊക്കെ മനുഷ്യരുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു. അല്ലാഹു അക്ബർ കബീറ. പ്രിയമുള്ളവരെ, ഭാവിയില് നാളെ സ്വർഗത്തില് പരലോകത്ത് വരാനിരിക്കുന്ന ഒരു ലോകത്തെ സൽക്കർമ്മങ്ങളുടെ പ്രവൃത്തിയുടെ പ്രതിഫലമായി ലഭിക്കുന്ന ആ ഒരു വിശാലതക്ക് മുമ്പ്, ഈ ദുനിയാവിൽ തന്നെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ, ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു ഇവിടെ തന്നെ പ്രതിഫലം നൽകുന്നു. എങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യം? വളരെ സിമ്പിളാണ്. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നമ്മളെ പഠിപ്പിക്കണമെന്ന് അറിയോ? ഇസ്ലാമിലെ എല്ലാ ആരാധനകളെ കൊണ്ടും രണ്ട് ലോകവും ഗുണമുണ്ടാകുന്ന, ദുനിയാവിലുണ്ടാകും, ആഖിറത്തിലുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ. നമ്മൾ മുമ്പൊരു ഖുതുബയിൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞു. എന്ത് ഇസ്തിഗ്ഫാറിന്റെ മെച്ചം? അല്ലാഹു പറഞ്ഞു, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഒന്നാമത്തേത് പാപം പൊറുക്കുന്ന. പിന്നെയോ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്ത് നല്ല മഴ ഇറക്കി തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. 5 ഗുണങ്ങൾ ഒരൊറ്റ ആയത്തിൽ. അല്ലാഹു തആല നല്ല സമ്പത്തും നല്ല മക്കളെയും നല്ല തോട്ടങ്ങളും നല്ല അരുവികളും ഉണ്ടാക്കി തരും. എന്ത് പറഞ്ഞാൽ ഒറ്റ വാക്ക്, അസ്തഗ്ഫിറുല്ലാഹ്. ഇതിൽ ആദ്യത്തെ പാപമോചനം എന്നുള്ളത് മാറ്റി വെച്ചാൽ ബാക്കി മക്കൾ ദുനിയാവിൻ്റെതാണ്, സമ്പത്ത് ദുനിയാവിൻ്റെതാണ്, തോട്ടങ്ങൾ ദുനിയാവിൻ്റെതാണ്, അരുവികൾ ദുനിയാവിൻ്റെതാണ്. അല്ലാഹു തആല ഇസ്തിഗ്ഫാർ എന്ന ഇബാദത്തിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഒരാൾക്ക് നൽകുന്നതിൽ ഭൂരിപക്ഷവും ദുനിയാവാണ്, ആഖിറത്തിൽ പറയും. അവിടെ ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മം അങ്ങനെ തന്നെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം സ്വതഖ. നമ്മള് തൊട്ട് മുമ്പുള്ള വിഷയം പറഞ്ഞു, സ്വതഖ. ഈ സ്വതഖയുടെ ഗുണങ്ങൾ എന്താണ്? സ്വതഖയുടെ ഗുണങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നിടത്ത് പരലോകത്തേക്ക് ഗുണമുണ്ട്, മനുഷ്യരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, ഒക്കെ പഠിപ്പിക്കണ കൂട്ടത്തില് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വതഖ മനുഷ്യന് നേരെ വരാനിരിക്കുന്ന ആപത്തുകളെ തടയുന്നു. അത് ആഖിറത്തിന്റെ അല്ല, ദുനിയാവിന്റെ കാര്യം. അതാണ് ഇമാം സഅദി പറഞ്ഞത്, മനുഷ്യർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് വരാൻ പോകുന്ന സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് തന്നെ അല്ലാഹു പ്രതിഫലം കൊടുക്കും. അതെന്താ? ഇവിടുന്ന് സ്വതഖയുടെ റിസൾട്ട് എന്താ? സ്വതഖയുടെ ഫായിദ, ബെനിഫിറ്റ്സ് എന്താണ്? അല്ലാഹു ആപത്തിൽ നമ്മളെ തടയുന്നതാണ്. മൂന്നാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉംറയും ഹജ്ജും അല്ലാഹു നിർവഹിക്കാനുള്ള തൗഫീഖ് മാറാവട്ടെ. ഉംറയുടെയും ഹജ്ജിന്റെയും ഗുണങ്ങൾ പഠിപ്പിച്ചാൽ വിശാലാണ്. അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപം പൊറുക്കപ്പെട്ടവരാകും. എല്ലാ മെച്ചങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഒരു മെച്ചം എന്താണെന്നറിയോ? മനുഷ്യന്റെ ദാരിദ്ര്യത്തെ അതില്ലാതാക്കി തീർക്കുന്നു. ദാരിദ്ര്യം എന്നാണ് ദുനിയാവിൻ്റെതാണ്. ഉംറ ചെയ്താൽ ദാരിദ്ര്യമില്ലാതാകും, ഹജ്ജ് ചെയ്താൽ ദാരിദ്ര്യമില്ലാതാകും. നോക്കൂ, നിങ്ങൾ പരലോകത്ത് കിട്ടുന്ന വലിയ മെച്ചത്തിന് മുമ്പ് ദുനിയാവിലെ മെച്ചത്തെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു. നമ്മൾ ഇതേ മിമ്പറും എന്ന് പറഞ്ഞത് നിസ്കരിച്ചാൽ കിട്ടുന്ന മെച്ചം ഒരുപാട് മെച്ചങ്ങളാണ്. നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു മെച്ചം തരങ്ങൾ അല്ലാഹു തആല റിസ്ഖ് വർദ്ധിപ്പിച്ചിരുന്ന ദുനിയാവിന്റെ കാര്യം. അതാണ് ഇമാം സഅദി പറഞ്ഞത്, എന്ത്? വരാനിരിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ തന്നെ അല്ലാഹു നൽകുന്ന ഒറ്റ വാക്ക് കൂടി. ഉദാഹരണമായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ എന്താ മെച്ചം? ഒരുപാട് മെച്ചങ്ങൾ മാത്രമേ ഉള്ളൂ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ. ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങളിൽ ഒരു ഗുണം തരൂ പ്രിയമുള്ളവരെ. സ്വലാത്ത് ചൊല്ലുന്നവന്റെ മനോദുഃഖങ്ങളെ, മനോവിഷമതകളെ, ഹസ്ന്,
അത് പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതെല്ലാം ദീനുൽ ഇസ്ലാമിലെ പഠിപ്പിക്കപ്പെട്ട എല്ലാ അമലുകൾക്കും ഈ പ്രത്യേകതകളുണ്ട് പ്രിയമുള്ളവരെ. ഇതാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സൽപ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുകയും അതിന് റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു എന്നതാണ്. റബ്ബ് നമ്മോട് നന്ദി കാണിക്കുന്നു എന്നതിന്റെ ആശയം. അത് നമ്മൾ പരിശുദ്ധമായി റമദാനിൽ ചെയ്ത പ്രവർത്തനങ്ങളായാലും മുമ്പും ഇനി വരാനിരിക്കുന്ന ശേഷമുള്ള മാസങ്ങളിൽ പ്രവർത്തിക്കുന്നതായാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു എന്നതാണ്. റബ്ബ് അവന്റെ അടിമകളോട് നന്ദി കാണിക്കുന്നു എന്നതിന്റെ ആശയം. മശ്കൂറ, അല്ലാഹു നന്ദിപൂർവ്വം സ്മരിക്കുന്നു എന്നതിന്റെ ആശയം അതാണ്. ഇമാം മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്കോടുകൂടി ഇത് അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, അശ്ശുക്റു ഹുനാ ബിമഅനൽ ഖബൂൽ. നന്ദി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വീകരിച്ചു എന്നുള്ളതാണ്, ഖബൂലിയത്ത്. നമ്മളെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. വമഅനയാനി മുത്തഖാരിബാനി, അർത്ഥങ്ങൾ സമാനമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹു ഇദാ ഖബില അമല ശകറഹു, കാരണം അവൻ ഒരു പ്രവൃത്തി സ്വീകരിക്കുമ്പോൾ അവൻ അതിന് നന്ദി പറയുന്നു. വഇദാ ശകറഹു അതാബ അലൈഹി തവാബൽ ജസീൽ ലിഅന്നഹു സുബ്ഹാനഹു ദുൽ ഫദ്ലിൽ അദീം. അല്ലാഹു അതിന് നന്ദി പറയുമ്പോൾ അതിന് സമൃദ്ധമായി പ്രതിഫലം നൽകുന്നു എന്നർത്ഥം. കാരണം അവൻ എത്ര പരിശുദ്ധനാണ്, മഹത്തായ അനുഗ്രഹത്തിന് ഉടമയാണ് അവന്. അതായത് ഒരു പ്രവൃത്തി സ്വീകരിക്കുമ്പോൾ അവൻ അതിന് നന്ദി പറയുന്നു എന്ന്. അതാണ് മശ്കൂറ എന്ന് പറഞ്ഞത്. നമ്മൾ ഓതിപ്പോകുന്ന ആയത്തുകളുടെയൊക്കെ മാനത അല്ലാഹു ഷാക്കിറാണ്, അല്ലാഹു ഷക്കൂറാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 6ഓളം രീതിയിലാണ് അല്ലാഹു അവന്റെ അടിമകളോട് നന്ദി കാണിക്കുന്നത് എന്ന് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച ഏതാനും ചില ഭാഗങ്ങൾ മാത്രമായി ഖുത്ബയിൽ നിങ്ങൾ ഓർമ്മിച്ചത്. അവസാനിപ്പിക്കുന്നിടത്ത് അശ്ശുക്റു മിനല്ലാഹ്, അള്ളാഹുവിന്റെ ശുക്ർ എന്നത് അൽ ഖബൂലു വൽ ജസാ, അത് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കലാണ്. നാളെ റബ്ബ് അതിന് പ്രതിഫലം നൽകണം. ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്തത്ര അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള നമ്മുടെ ദിവസങ്ങളെ, ഈ ഒരു 10-23 ദിവസത്തെ അല്ലെങ്കിൽ അതിനപ്പുറം അതിലേക്ക് അടുക്കുന്ന ദിവസങ്ങളെയൊക്കെ നമ്മൾ ശരിക്കും വിലയിരുത്തുകയും എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾക്ക് മുഴുവൻ അള്ളാഹുവിനോട് മാപ്പ് പറയുകയും അതിനകത്ത് ചെയ്തു പോയത് മുഴുവനും റബ്ബിലേക്ക് ഖബൂലിയത്തിന് വേണ്ടി, അള്ളാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുകയും എന്നിട്ട് ഇനിയുള്ള ദിവസങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാനും പ്രവർത്തിക്കാനും കാണിക്കാനും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഷാക്കിറാണ്, അള്ളാഹു ഷക്കൂറാണ്. അതുകൊണ്ട് റബ്ബിലുള്ള അങ്ങേയറ്റത്തെ ഭയവും പ്രതീക്ഷയും ഹുബ്ബുമായി നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്താര് നമ്മോട് നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മോട് നന്ദി കാണിക്കും. എന്തിനറിയാം? നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മോട് നന്ദി കാണിക്കും. ആ റബ്ബിന്റെ നന്ദിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുമാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞ് നമ്മുടെ ഇബാദത്തിൽ സജീവരാവുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ നന്ദി, ആ നന്ദിക്ക് പാത്രീഭൂതരായ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തുമാറാവട്ടെ. ഈ ഒരു നിമിഷം വരെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. എല്ലാ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി കരുതിക്കൂട്ടിയും മനഃപൂർവ്വം കളിയായും കാര്യമായും ഒക്കെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. അഹങ്കാരം, അസൂയ, അതുപോലെ തുടങ്ങിയ ഹൃദയ രോഗങ്ങളിൽ നിന്ന് മുഴുവനും അല്ലാഹു തആല നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുമാറാവട്ടെ. അറിവും എളിമയും വിനയവും സഹാനുഭൂതിയും ആർദ്രതയും വിട്ടുവീഴ്ചയും സഹനവും തുടങ്ങി എല്ലാ സൽഗുണങ്ങളും സൽസ്വഭാവമടക്കം എല്ലാ സൽഗുണങ്ങളും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തുകൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ലൈലത്തുൽ ഖദ്ർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ലൈലത്തുൽ ഖദ്ർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ഈ ഒരു സദസ്സെന്ന് പിരിഞ്ഞു പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി പിരിഞ്ഞു പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ.
അല്ലാഹു തആല എല്ലാ ആപത്തുകളിൽ നിന്നും ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫലസ്തീൻ, സിറിയ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എല്ലായിടത്തും അല്ലാഹു തആല സമാധാനം ചെയ്യുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങൾ അല്ലാഹു തആല നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമാധാനത്തിലും സ്വസ്ഥതയിലും ആശ്വാസത്തിലും അല്ലാഹുവിന്റെ ദീന് പഠിച്ചും പകർത്തിയും പ്രബോധനം ചെയ്തും മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.